അധിക പ്രസംഗത്തിലേക്ക് സ്വാഗതം. പാട്ടാണ് സാറേ മെയിൻ. സത്യമായിട്ടും തള്ളു 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 സർക്കാരു വണ്ടി, തള്ളു 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 തള്ളി അടിപൊളി വണ്ടി, നമ്മുടെ അടിപൊളി വണ്ടി. തള്ളു 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 സർക്കാരു വണ്ടി, തള്ളു 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 തള്ളി അടിപൊളി വണ്ടി, നമ്മുടെ അടിപൊളി വണ്ടി. ആദ്യം തള്ളിയത് നമ്മുടെ AKGയുടെ പാർട്ടിക്കാരനായിരുന്ന AKB ആയിരുന്നു. ഒറ്റ തള്ളായിരുന്നു. മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. KSRTC ബസ്സല്ലേ, കാത്തിരുന്നു കാണാം. മൈനാകം മൈനാകം അതല്ലല്ലോ ഉദ്ദേശിച്ചത്, മൈതാനം. മതിലെല്ലാം പൊളിയുന്നുവോ കലിയുള്ള വേഷങ്ങളാൽ, ദുരിതങ്ങൾ ചൊരിയുന്നുവോ മൈതാനം. മതിലെല്ലാം പൊളിയുന്നുവോ കലിയുള്ള വേഷങ്ങളാൽ, ദുരിതങ്ങൾ ചൊരിയുന്നുവോ. മൈതാനമൊക്കെ ഇപ്പോൾ വേറെ ലെവലാണ്. ഡേയ്, മൈതാനം എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പിന്നിലെ വയലാണോ കാണിക്കുന്നത്? ഇതല്ല, കോട്ടയത്തെ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി തന്നെ, ആ മന്ത്രി പറഞ്ഞ മൈതാനം. സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സരസ് മൈതാനം എന്ന ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും മകനുണ്ട്. തിരുനക്കരയ്ക്ക് പിന്നാലെ കോട്ടയത്തിന് നവകേരള മൈതാനവും കിട്ടി. ഇതിനിടെ മറ്റൊരു സംഭവം ഉണ്ടായി. കോലം മാറി, സർക്കാർ ഭാവം മാറി, പള്ളിക്കൂടം വർണ്ണക്കാലം മൂടി, ഹോട്ടൽ തേടി മന്ത്രിക്കാരും പോയി, കൂട്ടിനായി കയ്യൂക്കു മാത്രം. പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളെ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന്, 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. റൂമുണ്ടോ എന്ന് ചോദിച്ചു. മന്ത്രി പറഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, 5 സ്റ്റാർ ഹോട്ടലാണെന്ന് കരുതി സ്കൂളിൽ കയറി ആരും റൂം ചോദിച്ച് കളയരുത്. ചിലപ്പോൾ മന്ത്രിമാർ ഭരണഘടന പഠിപ്പിച്ച് പുകഴ്ത്തിക്കളയും. സഖാവ് പിണറായി വിജയൻ എന്തെങ്കിലും ഒരു അനാവശ്യ വാക്ക് അദ്ദേഹത്തിന്റെ വായിന്ന് വന്നത് കേട്ടിട്ടുണ്ടോ? ഇത്രയും പ്രായത്തിൽ കേരളം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന ഈ ഇന്ത്യയിൽ, ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ ആളിന്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നല്ലേ? കല്ലും ഷൂ പെയിന്റടിയും റോഡിൽ കരിങ്കൊടിയും നാടാകെ തട്ടും തടവും, ബസ്സിൻ പുറത്തല്ലോ ഈ കിങ്കരന്മാരും. രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം, അടിപൊളി രക്ഷാപ്രവർത്തനം. അങ്ങനെ രക്ഷാപ്രവർത്തനമൊക്കെ ക്ലൈമാക്സായി. ഇനി അല്പം ക്ഷേമപ്രവർത്തനമാകാം.